അനുകൂലിച്ചില്ല, ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. സാർ, അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിന്റെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. സാർ, അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. സാർ, ഏറ്റവും ഒടുവിൽ ആണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വന്ന് ആ കാര്യത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനത്തിനോടും ആചാര ലംഘനത്തെ അനുകൂലിക്കുന്ന വിധത്തിലുള്ള സംശയാസ്പദമായ അങ്ങേയറ്റം വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. സാർ, അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ സഭാ നടപടികളിൽ നിസ്സഹകരിച്ചു വരികയാണ്. ഇന്ന് ഞങ്ങൾ സഭാ നടപടികൾ സഹകരിക്കില്ല എന്നറിയിക്കും. കെ ബാബു തന്നെയാണ് സംസാരിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സഭയിൽ ശബരിമല വിഷയം ഉന്നയിക്കുകയായിരുന്നു കെ ബാബു. സഭാ നടപടികൾ സ്തംഭിപ്പിക്കാൻ തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സഭാ നടപടികളിൽ നിന്നും പിന്മാറാനുള്ള നടപടികളിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത് എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. 18 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഭ വീണ്ടും ചേർന്നത്. അപ്പോൾ തന്നെ തുടക്കം തന്നെ ചികിത്സാ പിഴവ് ഉന്നയിക്കും, ശബരിമല വിഷയവും ഉന്നയിക്കാനുള്ള സാധ്യത പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പോലും കെ ബാബു ശക്തമായി തന്നെ ശബരിമല വിഷയം ഉന്നയിച്ചുകൊണ്ട് സഭാ നടപടികളിൽ നിന്നും മാറി നിൽക്കുകയാണ് പ്രതിപക്ഷമെന്ന് സ്പീക്കറിനെ അറിയിക്കുന്നു. സഭയിൽ നിന്നും വാക്കൗട്ട് നടത്താനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത് എന്നുള്ളത് വേണം കണക്കാക്കാൻ. പ്രധാനമായും സഭ ഇന്ന് 18 ദിവസങ്ങൾക്ക് ശേഷം ചേരുമ്പോൾ തന്നെ ഇതുപോലുള്ള നടപടികൾ വീണ്ടും സഭയിലേക്ക് പോവുകയാണ്. വ്യക്തമാണ്, തന്ത്രിയാണോ അകത്ത് കിടക്കുന്ന ആരാണോ അവര് പ്രതിയാണെന്നോ പ്രതിയല്ലെന്നോ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല. കാരണം ഈ അന്വേഷണം പൂർണ്ണമായി നടക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിനകത്ത് മാത്രമാണ്. ഞങ്ങളുടെ മുൻപിൽ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടും വരുമില്ല. സീല് വെച്ച കവറിനകത്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനകത്താണ് വരുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണം ശരിയായ രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടും ഈ സമരം തുടരുന്നത് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. സാർ, ഞാനൊരു കാര്യം പറയട്ടെ സാർ. 1987 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഫൈസാബാദിൽ വെച്ച് രാമരാജ്യം എന്ന മുദ്രാവാക്യം ആദ്യമായി അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് സാർ. അയോധ്യയില് ജവഹർലാൽ നെഹ്റു സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ താക്കോലുകൾ, ആ താക്കോലുകൾ വീണ്ടും അത് തുറക്കാൻ അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. അതിനുശേഷം അയോധ്യയിൽ ശിലാന്യാസം അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. യഥാർത്ഥത്തിൽ